നമസ്കാരം. ആർക്കും വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല, ആരുടെ വാക്കും പാലിക്കാനായില്ല. എല്ലാം വാഗ്ദാനങ്ങൾ മാത്രമായി. കാത്തിരിപ്പ് തുടരുന്നത് എല്ലാം നഷ്ടപ്പെട്ടവർ, കരുവന്നൂരിലെ പണം നഷ്ടപ്പെട്ടു പോയവർ. ഏകദേശം 300 കോടി രൂപയുടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകളും കോടതി നടപടികളും അവസാനമില്ലാത്തതുപോലെ ഇങ്ങനെ തുടരുകയാണ്. നിക്ഷേപം തിരിച്ചു കിട്ടാനുള്ളവരുടെ കാത്തിരിപ്പുകളും അതുപോലെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ബാങ്കിൽ പണമുണ്ടായിട്ടും ചികിത്സയ്ക്ക് പോലും പണമെടുക്കാനാവാത്ത രോഗികളുടെ ദുരിതം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടെയാണ് മരിച്ചുപോയ നിക്ഷേപകരുടെ ജീവിതകാല സമ്പാദ്യം അനന്തരാവകാശികൾക്ക് വിട്ടുകിട്ടുവാനുള്ള നൂലാമാലകളും ഇങ്ങനെ കുരുങ്ങിത്തന്നെ കിടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മാർച്ചിൽ മരിക്കുമ്പോൾ ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് വയസ്സ് 98 അവരുടെ 3 ലക്ഷം രൂപയാണ് സ്ഥിര നിക്ഷേപമായി കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് സംഘത്തിനകത്തുള്ളത്. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് അതിലൊരു ചെറിയൊരു ഭാഗം മരിക്കും മുമ്പ് തിരിച്ചു കിട്ടി. ബാക്കി തുകയ്ക്കുള്ള ചെക്ക് അനന്തരാവകാശിക്ക് കിട്ടിയത് ഒരാഴ്ച മാത്രം മുൻപ്, അതും 2 വർഷം മുൻപ് കാലാവധി കഴിഞ്ഞ നിക്ഷേപത്തിന്. അതിനുശേഷം 1 രൂപ പോലും പലിശ നൽകാതെയാണ് നൽകിയിരിക്കുന്നത്. മരിച്ചുപോയ നിക്ഷേപകരുടെ പണം അനന്തരാവകാശികളുടെ അക്കൗണ്ടിലേക്ക് കൈമാറുമെന്നാണ് ബാങ്ക് CEO പലപ്പോഴും പറയാറുള്ളത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം തുടരുന്ന സാഹചര്യത്തെ ചെക്ക് നൽകാനാവാത്തതിനാലാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള വിശദീകരണം കൂടെ നൽകുന്നുണ്ട്. ബാങ്കുമായുള്ള നിരന്തരം ചർച്ചകൾക്കൊടുവിൽ ഏതായാലും ലക്ഷ്മിക്കുട്ടി അമ്മയുടെ മകൾക്ക് ചെക്ക് തന്നെ ഇപ്പോൾ കൈമാറിയിട്ടുമുണ്ട്. എന്നാൽ രോഗികളുടെ കാര്യത്തിൽ അവരുടെ കാര്യത്തിലെ സ്ഥിതി അത്ര ആശാവഹമല്ല എന്ന് പറയേണ്ടി. ലക്ഷ്മിക്കുട്ടിയുടെ അമ്മയുടെ മകൾക്ക് ഇപ്പോൾ 71 വയസ്സുള്ള ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാസങ്ങളോളം ബെഡ് റെസ്റ്റ് വേണ്ട ഒരവസ്ഥയിലുമാണ്. 7 വർഷം മുൻപുണ്ടായിട്ടുള്ള ഒരു അപകടത്തെ തുടർന്ന് കിടപ്പിലാവുകയും പിന്നീട് ട്യൂമർ സ്ഥിരീകരിക്കുകയും ചെയ്ത ജോഷി എന്ന 53-കാരൻ ബാങ്കിൽ നിന്ന് തൻ്റെ 72 ലക്ഷം രൂപ തിരിച്ചു കിട്ടുവാൻ ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കേണ്ടി വന്നിട്ട് അധികം കാലമായിട്ടില്ല. ഒടുവിൽ ദയാവധത്തിന് കോടതിയെ സമീപിക്കുന്ന അവസ്ഥ വരെ സംജാതമായ ശേഷമാണ് പണം മടക്കി നൽകാൻ ബാങ്ക് തയ്യാറായത് എന്നുള്ളതാണ്. 100 കോടിയിലധികം രൂപയാണ് ബാങ്ക് ഭരണം കൈയാളുന്ന CPM അനധികൃത മാർഗങ്ങളിലൂടെ ഇവിടെ നിന്നും സമാഹരിച്ചത് എന്നാണ് EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പ്രതികളുടെ ഭൂമി ഏറ്റെടുത്തത് ലേലം ചെയ്ത് നിക്ഷേപകരുടെ പണം മടക്കിക്കൊടുക്കണമെന്ന നിർദ്ദേശം കോടതിയിൽ ED ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. 2021 മുൻ പഞ്ചായത്ത് അംഗമായിട്ടുള്ള TK മുകുന്ദൻ്റെ ആത്മഹത്യയോടെയാണ് കരുവന്നൂർ തട്ടിപ്പിനെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞു തുടങ്ങുന്നത് എന്നുള്ളതാണ്. താൻ എടുത്തിട്ടില്ലാത്ത 50 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാൻ സമ്മർദ്ദം മുറുകിയതോടെയായിരുന്നു മുകുന്ദൻ്റെ കടുങ്കൈ. ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് അറിവുണ്ടായിരുന്നിട്ടും മറച്ചുവയ്ക്കുവാനുള്ള ശ്രമമാണ് CPMൻ്റെ ഭാഗത്ത് നിന്ന് അന്നുണ്ടായത് എന്നുള്ളതാണ്. കരുവന്നൂർ തട്ടിപ്പ് പുറത്തു വന്നതോടെ സമാനമായിട്ടുള്ള പല സംഭവങ്ങളും വിവിധ സഹകരണ സംഘങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഇതുമായി പരമാവധി അകലം പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പെരുവഴിയിലാകുന്നത് ജീവിതകാല സമ്പാദ്യം മുഴുവൻ വിശ്വസിച്ച് നിക്ഷേപം നടത്തിയ സാധാരണക്കാർ. നമുക്കറിയാം, മുൻമന്ത്രി AC മൊയ്തീനും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ അടക്കമുള്ളവർ അവർക്കുമേൽ സംശയത്തിൻ്റെ നിഴൽ വീഴുകയും തൃശ്ശൂർ ജില്ലയിലെ പല പ്രമുഖ CPM നേതാക്കളും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തന്നെ. എന്നാൽ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മുൻ MLA ആയിട്ടുള്ള അനിൽ അക്കരയെ പോലുള്ള നിരീക്ഷകർ ഇപ്പോഴും ആശങ്കപ്പെടുന്നത് അടുത്ത FIR സമർപ്പിക്കുമ്പോൾ ചെറുമീനുകളെ ഇരകളാക്കി തട്ടിപ്പിൻ്റെ മുഖ്യ ആസൂത്രകർ രക്ഷപ്പെടുമെന്നാണ്. അങ്ങനെ കരുവന്നൂരിൽ കണ്ണുനീര് വീണിരിക്കുന്നു എങ്കിൽ കൂടിയും ആ കണ്ണുനീര് വീണ പണം തിരികെ ആ പാവങ്ങൾക്ക് കൊടുക്കുവാൻ ഇവിടുത്തെ സർക്കാരുകൾക്കാർക്കും കഴിയുന്നില്ല. എല്ലാവരുടെ വാക്കുകളും പാഴ്വാക്കുകളാകുന്നു. മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങളൊന്നും ഫലിക്കുന്നില്ല. എന്തിന്, നമ്മുടെ പ്രധാനമന്ത്രി വരെ പറഞ്ഞത് നഷ്ടപ്പെട്ടു പോയ പണം അവർക്ക് തിരികെ കൊടുക്കുക തന്നെ ചെയ്യും. നിക്ഷേപകർക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞ് കാത്തിരുന്നവർ പ്രധാനമന്ത്രിയെ കൂടി അവസാനം വിശ്വസിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ട്. പക്ഷേ അതും നടന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും പണത്തിന് വേണ്ടി ദിവസവും ബാങ്കിലേക്ക് വന്ന് ക്യൂ നിന്ന് മടങ്ങിപ്പോകുന്നവരുടെ എണ്ണം കൂടുന്നുവെന്നല്ലാതെ കുറയുന്നില്ല. പണം നൽകാൻ ബാങ്ക് തയ്യാറാകത്തിടത്തോളം കാലം ഈ പാവങ്ങളുടെ കാത്തിരിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും.